ഹലോ, ഉഷാ രവീന്ദ്രൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കയ്പ്പയ്ക്ക കറിയാണ്. ഒട്ടും കയ്പ്പില്ലാത്ത ഒരു കയ്പ്പയ്ക്ക കറിയാണ്. മസാല എല്ലാം ചേർത്ത് അത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ആ കയ്പ്പയ്ക്ക നന്നായി ഒരു കയ്പ്പയ്ക്ക എടുത്ത് നന്നായി വട്ടത്തിലരിയണം. അതിൻ്റെ ഉള്ളിലുള്ള ചുവപ്പ് കളറും കുരുവൊക്കെ എടുത്ത് മാറ്റി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി എടുത്ത് വെക്കണം. അതിൽ നിന്നും വെള്ളം ഊറി വരും. അപ്പോൾ ഇതിൻ്റെ കയ്പ്പയ്ക്കയുടെ കയ്പ്പൊക്കെ ആ വെള്ളത്തിൽ പോവും. അതുകൊണ്ട് ഇത് ഊരിയതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്ത് വെള്ളം കളഞ്ഞ് കയ്പ്പയ്ക്ക മാറ്റി വയ്ക്കണം. അപ്പോൾ അവിടെ ഒരു 10 മിനിറ്റ് നേരം കയ്പ്പയ്ക്ക അവിടെ ഇരിക്കട്ടെ. നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ റെഡിയാക്കാം. അതിലേക്ക് വേണ്ടത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ കപ്പലണ്ടി, 1 സ്പൂൺ ഉഴുന്നും പരിപ്പ്, 1 സ്പൂൺ മുഴുവൻ മല്ലി, കടലപ്പരിപ്പ്, പിന്നെ ജീരകം, ഒരു 2 ചുള വെളുത്തുള്ളി, ചുവന്ന മുളക്, കറിവേപ്പില, ഇതെല്ലാം, പിന്നെ ഒരു സ്പൂൺ എള്ളും കൂടെ ചേർത്ത് ഇത് നന്നായി വഴറ്റണം. ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓരോന്നായിട്ടിട്ട് വറുത്ത് കോരാം. ഞാനിങ്ങനെ ഇടാൻ കാരണം ഞാൻ ഓൾറെഡി കപ്പലണ്ടി വറുത്തിട്ടുള്ള കപ്പലണ്ടിയാണ്. കപ്പലണ്ടിക്കാണ് അധികം സമയം എടുക്കുന്നത്. മറ്റൊന്നും അത്ര സമയത്തിൻ്റെ ആവശ്യമില്ലല്ലോ. എല്ലാം നന്നായി വറുത്തെടുക്കണം. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നന്നായി വറുത്തെടുത്ത് നമുക്കിത് പൊടിച്ച് വെക്കേണ്ടതാണ്. കപ്പയ്ക്കയിൽ ചേർക്കാനുള്ളതാണ്. ഒരു വിധം വറവ് വന്നു കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റാം. സൗകര്യം പോലെ കുറേ നേരം അതിന് ശേഷം എല്ലാം ഒരുവിധം വരവായില്ല. അങ്ങനെ അല്ലാതെ വറുക്കണമെന്നൊന്നുമില്ല. അത് ചൂടായി കിട്ടിയാലും മതി. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതോടെ ഇരുന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം വേണം നമുക്കത് മിക്സിയിലിട്ട് പൊടിക്കാൻ. അതേ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് 2-3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഒഴിച്ച് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കണം. അതിന് മുമ്പായി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കയ്പ്പയ്ക്കയും ഉപ്പും മഞ്ഞളും കൂടെ ഇടുന്നത് നന്നായി പിഴിഞ്ഞ് അതിന് വെള്ളം പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരണം. വെള്ളം നമ്മൾ ഉപയോഗിക്കരുത്. ഇതെല്ലാം നന്നായി പിഴിഞ്ഞ് മാറ്റുമ്പോൾ ഇതിൻ്റെ കയ്പ്പ് രസം മാക്സിമം പോയി കിട്ടും. കയ്പ്പയ്ക്ക ഈ കൂട്ടാൻ കഴിക്കുമ്പോൾ നമുക്കിത് കയ്പ്പയ്ക്ക കൊണ്ടുണ്ടാക്കിയതാണോ എന്തുപോലും അറിയില്ല. അത്ര ടേസ്റ്റാണ്. ഇത് നന്നായി വറുക്കാം. ഒരുപാട് വറുക്കൊന്നും വേണ്ട. ഒരു 75% വറുത്ത് കിട്ടിയാൽ മതി. അത് ഇതിൽ എണ്ണയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. സിമ്മിൽ തന്നെ വെച്ചിരിക്കണം. ഇതൊരു ഇത് നന്നായി വെന്ത് കിട്ടിയാൽ നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. കുറേശ്ശെയൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടി പിടിക്കും. അല്ലെങ്കിൽ ഒരു ഭാഗം കരിയ അതിലേക്ക് ആവും. എല്ലാവരുടെയും ഒരേപോലെ വെന്ത് കിട്ടണം. നമുക്ക് വറുത്ത് കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇടയ്ക്കാതെ കയ്പ്പയ്ക്കും ഇടയ്ക്കാങ്ങുകളൊക്കെ മറിച്ചിട്ടിട്ടും അത് വേവിച്ചെടുക്കണം. കയ്പ്പയ്ക്ക ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അത് നന്നായി വാടി, അധികം താമസിച്ചാൽ അത് വാടിക്കിട്ടി. കയ്പ്പയ്ക്ക നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇലയിൽ നിന്നും കോരി മാറ്റാം. കപ്പയ്ക്കൊക്കെ നന്നായി വെന്ത് ചുരുണ്ടുകൊണ്ടായിട്ടുണ്ട്. എന്നാൽ വറുത്ത പോലെ ഇല്ല, നല്ലപോലെ വറുത്തിട്ടും ഇല്ല. ഒരു 3/4 ഭാഗം വറുവായിട്ടുണ്ട്. അത്രയും മതി. ഇത്രയും തന്നെ ആവശ്യമാണ്.
എല്ലാം കോരിയെടുത്ത് പിന്നെ ആ എണ്ണ മാറ്റേണ്ട ആവശ്യമില്ല. ആ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് വറുക്കാനുള്ള സാധനങ്ങൾ ഇടാവുന്നതാണ്. മാറ്റിയതിന് ശേഷം കുറച്ച് കടുകും പിന്നെ 2 ചുവന്ന മുളക് പിന്നെ കുറച്ച് ഉഴുന്ന് കുറച്ച് ജീരകം അതെല്ലാം ഇട്ട് കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടുമ്പോൾ നമുക്ക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ഒരു 2 സവോള അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 സവോള ഇതിലേക്ക് ചേർക്കണം. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. 2 പച്ചമുളക്, ഒരു പച്ചമുളക് 2ആയി കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഉള്ളി ചെറുതായി അരിഞ്ഞ 2 ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വഴന്ന് വരണം. അപ്പം ഒന്ന് വാടിയപ്പോൾ ഒന്ന് നന്നായിട്ട് വേവേണ്ട വേണം. അത് കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി തിളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് പെട്ടെന്ന് തന്നെ ഇത് വെച്ച് കിട്ടും, വേവെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് നമുക്കിത് വീണ്ടും ഇളക്കാം. ഓൾറെഡി കയ്പ്പയ്ക്കയിൽ നമ്മളൊരു 1/2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് പിഴിഞ്ഞാണല്ലോ നമ്മൾ വെച്ചത്. അതുകൊണ്ട് കയ്പ്പയ്ക്കയ്ക്ക് ആവശ്യമായ ഉപ്പ് അതിലുണ്ട്. ഈ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് വീണ്ടും 1/2 ടീസ്പൂൺ ഉപ്പിട്ടത്. ഉള്ളി നന്നായി വഴന്ന് വരുന്ന വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. സ്റ്റവ് സിമ്മിൽ തന്നെ ഇരിക്കട്ടെ. പതുക്കെ ഇളക്കിയാൽ മതി. ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇത് പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇതിൽ ഒരു ടൊമാറ്റോ ചേർക്കാവുന്നതാണ്. ടൊമാറ്റോയും കൂടെ എൻ്റെ അടുത്ത് ടൊമാറ്റോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ ചേർക്കാത്തത്. ചെറിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞ് ഇതിൻ്റെ കൂടെ വഴറ്റാവുന്നതാണ്. അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി ചേർക്കണം. മുളക് പൊടി ചേർത്ത് നന്നായി ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കയ്പ്പയ്ക്ക വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ കയ്പ്പയ്ക്ക എടുത്തിടാം. ഇതിലിപ്പോൾ എല്ലാ സാധനങ്ങളും 3/4 ഭാഗം വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിക്കണം. ഒരു നെല്ലിക്ക വലിപ്പത്തിലെല്ലാം പുളി ഞാൻ ഓൾറെഡി കഴുകി വെള്ളത്തിലിട്ട് അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ ഇട്ടാലും നമ്മൾ പുളി ഒഴിക്കണം. എന്നാൽ മാത്രമേ അത് സെറ്റായിട്ട് വരുള്ളൂ. അതിൻ്റെ ടൊമാറ്റോ ഇട്ടു എന്ന് വിചാരിച്ച് പുളി ഒഴിക്കാതിരിക്കരുത്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയേ ഉള്ളൂ. ഇത് ഞാൻ ചൂടുള്ള വെള്ളത്തിലിട്ട് കലക്കി വെച്ചിട്ടുള്ളതാണ്, അഴിച്ച് വെച്ചതാണ്. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഇളക്കണം. ഇളക്കി യോജിച്ച് വയ്ക്കണം. നമുക്ക് കുറച്ച് നേരം ഇത് അടച്ച് വെച്ച് വേവിക്കാം. പുളിവെള്ളമൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് യോജിക്കട്ടെ. ഇതിനോടകം നമ്മുടെ കയ്പ്പയ്ക്കയും കയ്പ്പയ്ക്കല്ല ഇത് കപ്പലണ്ടിയും മറ്റുള്ള പൊടിയും കൂടെ അത് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ടല്ലോ. വെള്ളമൊന്നും ചേർക്കരുത്, പൊടിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഇതിൽ ചേർക്കണം. ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് അത് ഓൾറെഡി വറുത്തതാണല്ലോ, അതും ഇതിലേക്കിട്ട് നന്നായി വഴറ്റി യോജിപ്പിച്ച് ഒന്ന് തിളക്കട്ടെ. എല്ലാം ഒരുവിധം വെന്തിട്ടുള്ളതാണ്. ഒന്നും കൂടെ പുളി എല്ലാം തിളച്ച് അതിൽ യോജിക്കണം. ശേഷം നമുക്ക് കുറച്ച് വെള്ളം കുറവുണ്ട് തോന്നിയാൽ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഇളക്കി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ടാവും. എല്ലാം നന്നായി തിളച്ച് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഈ കറി ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും ചെയ്യും. അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക്. ഇതിന് യാതൊരു കയ്പുമില്ല. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. ഇനി നമുക്കിത്
ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് മുമ്പായി കുറച്ച് ശർക്കര നമുക്കിതിൽ ചേർക്കാം. അധികമൊന്നുമില്ല, ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ്. പിന്നെ നിങ്ങൾക്ക് മല്ലിയിലയും കരിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഞാൻ കുറച്ച് കരിവേപ്പില ചേർത്തിട്ടുണ്ട്. എല്ലാം ഇളക്കി നമുക്ക് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു ദിവസം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഓക്കെ, ബൈ.